ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും അവരുടെ കാര്യങ്ങൾ അവർ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നവരായിരുന്നു. നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. വമാലനാ അല്ലാ നതവക്കല അലല്ലാഹ് വഖദ് ഹദാനാ സുബുലനാ. അല്ലാഹു ഞങ്ങളുടെ വഴികളിൽ ചേർത്ത് തന്നിരിക്കുന്നു. അവന്റെ മേൽ പരമേൽപ്പിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെങ്ങനായിരുന്നു? അവരുടെ കാര്യങ്ങൾ അവർ അല്ലാഹുവിനെ പരമേൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് യാതൊരു ഭയവുമില്ലായിരുന്നു, അവർക്ക് യാതൊരു പേടിയുമില്ലായിരുന്നു. ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നബിയേ, നീ അവർക്ക് റൂഹിനെ പറ്റിയുള്ള വിവരം ഓതി കൊടുക്കണം. അവിടെയും പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പരിചയപ്പെടുത്തുകയാണ്. പ്രവാചകന്മാർ അവരവരുടെ കാര്യങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവരായിരുന്നു. എന്തിനാ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട മൂസാ നബിയും അനുയായികളും ചെങ്കടലിന്റെ അടുത്തെത്തിയ സന്ദർഭം വിശുദ്ധമായ ഖുർആൻ വിവരിക്കുകയാണ്. മുമ്പിലാണെങ്കിൽ പടച്ചവനെ കടല് കാണുകയാണ്. ചെങ്കടലിന് മുമ്പില് ഒരു സ്റ്റെപ്പ് വെച്ചാൽ കടലിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. മൂസാ നബി തിരിഞ്ഞു നോക്കുമ്പോ ഫിർഔനും തന്റെ സൈന്യവും ആയുധവും പിടിച്ചുകൊണ്ട് വരികയാണ്. ചിന്തിക്കേണ്ടത് അവിടെയാണ്. മൂസാ നബി അലൈഹിസ്സലാമും തന്റെ അനുയായികളും മുന്നിൽ നോക്കിയപ്പോ ചെങ്കടല്, പുറകിലേക്ക് നോക്കുമ്പോ ഫിർഔനും സൈന്യവും നിൽക്കുകയാണ്. ആ സമയത്ത് ഉറപ്പായും അവര് പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെടും. മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞപ്പോൾ നമ്മളെ പിടിക്കപ്പെടുമെന്ന് മൂസാ നബിയുടെ കൂടെയുള്ളവര് പറയുകയാണ്. ആ സമയത്താണ് പറഞ്ഞത്, മൂസാ നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ രക്ഷിതാവ് അവൻ എനിക്ക് വഴി കാണിച്ചു തരും, നിങ്ങൾ ഭയപ്പെടണ്ട, എന്റെ റബ്ബ് തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരും. ഫലമ്മാ തറൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ ഖാല കല്ലാ ഇന്ന മഈ റബ്ബീ സയഹ്ദീൻ. തന്റെ കണ്ണിന്റെ മുന്നിൽ ചെങ്കടലാണ്. തിരിഞ്ഞു നോക്കിയാൽ ഫിർഔനും അനുയായികളുമാണ്. മൂസാ നബിയുടെ അനുയായികൾ മുഴുവനും പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു, പിടിക്കപ്പെട്ടു, ഇനി രക്ഷയില്ല, ഇനി രക്ഷയില്ല. ആ സമയത്താണ് മൂസാ നബി പറഞ്ഞത്, ഇന്ന മഅയ റബ്ബീ, എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ, അല്ലാഹ് എനിക്കൊരു വഴി കാണിച്ചു തരും. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചരിത്രമറിയാം. അല്ലാഹു മൂസാ നബിയുടെ മുന്നിൽ ഒരു വഴി കാണിച്ചു കൊടുത്തല്ലോ. തന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് കടലതാ അതാ താടി തിമിർത്തു വരുന്ന കടലിന്റെ തിരമാലകളുടെ മുകളിലേക്ക് തന്റെ കയ്യിലിരിക്കുന്ന കമ്പ് കൊണ്ടടിച്ചിട്ട് അതാ തിരമാലകൾക്ക് ഇടയിലൂടെ മൂസാ നബിയും അനുയായികളും നടന്നുപോയ ചരിത്രം നമ്മൾ പഠിച്ചവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവർ മഹാനായ മൂസാ നബിയുടെ ചരിത്രമാണ് പറയുന്നത്. എന്തിന്? ഒരു മകന് പിന്നെ മറ്റൊരു മകനെയും നഷ്ടപ്പെടുമ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബിയുടെ ചരിത്രം എടുത്തു നോക്ക്. പടച്ചവനെ യൂസുഫ് എന്ന് പറയുന്ന വല്ലാതെ സ്നേഹിച്ച, ഉപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന യൂസുഫ് എന്ന പൊന്നുമോൻ, ആ പൊന്നുമോനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ചെറിയ പ്രായത്തിലെ മകനെ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം ബിന്യാമീൻ എന്ന് പറയുന്ന പൊന്നുമോനെ കൂടെ നഷ്ടപ്പെടുത്താൻ, തന്റെ രണ്ടാമത്തെ മകനെയും നഷ്ടപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോ അവിടെ നിന്ന് തന്റെ മക്കളെ യൂസുഫ് എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്ന രംഗത്തില് അവിടെ നിന്ന് യാക്കൂബ് നബി പറഞ്ഞു കൊടുത്തു, മക്കളെ, എല്ലാരും ഒരു വാതിലിലൂടെ കടന്നു പോകല്ലേ, എല്ലാരും ഒരു വാതിലിലൂടെ കടന്നു പോകല്ലേ. അവിടെ നിന്ന് പടച്ചവനെ അല്ലാഹുവിനെ പരമേൽപ്പിക്കണമെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു കൊടുത്തെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ എന്തിനാ പ്രവാചകന്മാരുടെ കഥ പറയുന്നത്? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ മദീനത്ത് ചെല്ലുമ്പോ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ ചാരത്ത് കിടക്കുന്ന മഹാനായ സയ്യിദുനാ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഹിജ്റ പോകുന്നതിനായി അവിടെ നിന്ന് പുറപ്പെട്ട ചരിത്രമറിയുമല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ സൗർ എന്ന് പറയുന്ന മലയിലെ ഗുഹയ്ക്കകത്ത് പോയി ഒളിച്ചിരുന്ന സന്ദർഭം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഒരു ഗുഹയ്ക്കകത്ത് പതുങ്ങിയിരിക്കുകയാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവര് രണ്ടുപേരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവര് രണ്ടുപേരും ഗുഹയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശത്രുക്കൾ കടന്നു വരുന്നത്. അതൊക്കെ വല്ലാത്ത ചരിത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേർക്കും വിശക്കുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ കുറച്ച് ആട്ടുംകൂട്ടങ്ങളെ കണ്ടു. അപ്പൊ ചോദിച്ചു, പാലുണ്ടോ? ചെറിയ ഒരു ആട്ടുംകുട്ടി നിൽപ്പുണ്ട്. ചെറിയ ഒരു ആടിന്റെ ചെറിയൊരു കുട്ടി നിൽക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ അകട്ടിൽ നിന്ന് പാല് കറന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഒരുപാട് അല്ലാഹുവിന്റെ സഹായങ്ങൾ കിട്ടി. നാം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഗുഹയ്ക്കകത്തിരിക്കുമ്പോഴാ വാളും പിടിച്ചുകൊണ്ട് ശത്രു മുകളിൽ നിൽക്കുക. വെട്ടം താഴെ കാണാം. അബൂബക്കർ തങ്ങൾ നിന്നിട്ട് വിറയ്ക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നിന്ന് വിറയ്ക്കുകയാ. ആ വിറയ്ക്കുന്ന സമയത്താണ് അല്ലാഹുവേ പടച്ചവനെ ഈ ഭയപ്പെടുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ അബൂബക്കർ, നീ എന്തിനാ ഭയപ്പെടുന്നത്? നബിയെ, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു. അവരെങ്ങാനും കാലിലേക്കൊന്ന് നോക്കിയാ നമ്മളെ പിടിക്കൂലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു പാഠമാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ തങ്ങളോട് പറയുകയാ, നബിയേ, അവരൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ, അവര് നമ്മളെ വധിക്കുമല്ലോ. ഇല്ല അബൂബക്കറേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നമ്മൾ രണ്ടുപേരുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ്, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അല്ലാഹ് ആരാണെന്ന്. നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ചാ. എന്റെയും നിങ്ങൾക്കിടയും മക്കൾക്ക് അല്ലാഹ് ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ലാഹു ആരാണെന്ന് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കൂ. അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് പടച്ചവനെ സൈക്കിൾ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരില്, മൊബൈൽ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരില്, പ്രേമിച്ചവനെ കിട്ടാത്തതിന്റെ പേരില്, പരീക്ഷയില് തോറ്റുപോയതിന്റെ പേരില് എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ മുസ്ലിം സമുദായത്തിലെ മക്കള് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അല്ലാഹ് ആരാണെന്ന് അവർക്കറിയാത്തത് കൊണ്ടാ. അല്ലാഹ് ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു വാപ്പയ്ക്ക് തന്റെ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരെ കുറിച്ചാ? പറയടോ, ആരെ കുറിച്ചാ? ഒരു മാതാപിതാക്കള് മക്കൾക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരെ കുറിച്ചാ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ. ആരെ കുറിച്ചാ? അംബാനിയെ കുറിച്ചാ? മോഡി സാറിനെ കുറിച്ചാ? അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹ് ആരാ? അള്ളാന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക് സഹോദര. അള്ളാഹ് ആരാണെന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പൊന്നാര മകനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ഈ യൂസുഫ് നബി അല്ലാഹ് എവിടെ ഇരിക്കുന്നറിയോ? ഏറ്റവും കൂടുതൽ ഈ ചെവിയുടെ കണ്ണിന്റെ നരമ്പിനെക്കാളും അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്, അത്രയും അടുത്തുണ്ടെന്ന് അല്ലാഹ്.
അത്രയും അടുത്ത് റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. എന്തിനാ നമ്മൾ പേടിക്കണം? എടാ, മക്കളോട് പറഞ്ഞു കൊടുക്കണം, 10ാം ക്ലാസ്സിൽ തോക്കട്ടടാ, അടുത്ത വർഷം ജയിക്കാം. ജോലി കിട്ടിയില്ലെങ്കിൽ പോട്ടടാ, ഇനി കിട്ടും. നമ്മുടെ മക്കൾക്ക് നമ്മൾ ധൈര്യം കൊടുക്കണം. അല്ല ഉണ്ടല്ലോ, പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. ചെറുപ്രായം മുതലേ അള്ളാഹുവിനെ കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന യാക്കൂബ് നബിയുടെ മകൻ, ആ മകൻ ചെറിയ കുട്ടിയാ. ഈ ചെറിയ കുട്ടിയായ മകനെ സഹോദരങ്ങൾ എല്ലാവരും കൂടെ ചരിത്രം പറയുന്നു ഫുട്ബോൾ തട്ടണ പോലെ തട്ടിയനാ. നീ ഒറ്റ ഒരുത്തം കാരണം വാപ്പാടെ സ്നേഹം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് കാക്കാമാരെല്ലാരും കൂടെ ചവിട്ടി കൂട്ടി പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തെല്ലിയിട്ട് കൊല്ലാൻ. പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട് കിണറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു. ചരിത്രം പറയാ, കല്ലെടുത്തിട്ട് തലയിലിടാൻ പോയപ്പോ ആരോ തടഞ്ഞു. എത്ര ബിന്യാമീനാന്ന് ആരോ പറഞ്ഞു വേണ്ടാന്ന്. മരിച്ചുപോയിട്ടുണ്ടാകും, സൗണ്ട് കേൾക്കണില്ല. നമ്മൾ ചരിത്രം പഠിപ്പിക്കേണ്ടത് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി പ്രവാചകനായിട്ടില്ലല്ലോ. അന്ന് ആ പൊട്ടക്കിണറ്റിലേക്ക് ഇങ്ങനെ താഴുന്ന സമയത്ത് ഒരൊറ്റ വിളി വിളിച്ചു അള്ളാനെ. അള്ളാനെ വിളിച്ചു അത്രേ. അള്ളാഹിനോട് പറയാ, ആ പൊട്ടക്കിണറ്റിലേക്ക് താഴുന്ന സമയം ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം എനിക്ക് വലിയ പ്രയാസം അനുഭവപ്പെട്ടു. എന്തേന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു, യൂസുഫ് നബിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ യൂസുഫ് നബി ഒരൊറ്റ വിളി വിളിച്ചു, അല്ലാ, എനിക്ക് നീയല്ലാതെ ആരുമില്ല പടച്ചവനെ, എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോഴാണ്, താഴ്ന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാനെ വിളിക്കണേ. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുക. അള്ള വിളിച്ചു, ജിബ്രീലെ, താഴെ വീഴുന്നതിന് മുമ്പ് നീ പോയി രക്ഷപ്പെടുത്തണം. 7 ആകാശവും കടന്ന് സിദ്റത്തുൽ മുന്തഹയും കഴിഞ്ഞ് അങ്ങ് അള്ളാന്റെ അർശ്. ആ അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് യൂസുഫ് നബി കിണറ്റിന്റെ താഴെ പോയി വീഴുന്നതിന് മുമ്പ് ആ കിണറിന്റെ അകത്തെത്താൻ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു എന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരൊറ്റ വിളി. ആ ചെറിയ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാ, എനിക്ക് നീയല്ലാതെ ആരുമില്ല, അല്ലാ, എന്നെ കൈവിടല്ലേ പടച്ചവനെ. ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ കയ്യിൽ കോരിയെടുത്ത് നനഞ്ഞ പാറയുടെ സൈഡിൽ വെച്ചിട്ട് പറഞ്ഞു, മോനെ പേടിക്കണ്ട, അള്ളയുണ്ട്. ഈ യൂസുഫ് എന്ന് പറയുന്ന ഈ ചെറിയ കുട്ടിക്ക് അള്ള ഉണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്തതാരാ? വാപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ കുട്ടി കിണറ്റിലേക്ക് വീഴുമ്പോ അള്ളാനെ വിളിക്കാൻ പഠിപ്പിച്ചു കൊടുത്താരാ? വാപ്പ. നമ്മൾ എന്താ പഠിപ്പിക്കണേ? നമ്മുടെ മക്കൾ വിചാരിക്കുന്നത് എവിടെങ്കിലും വീഴുമ്പോ എന്താപ്പ സ്പൈഡർമാനാ നിക്കറിട്ടുണ്ട് വരുന്ന ഒരുത്തനുണ്ടല്ലോ, എന്താണ് അവന്റെ പേര്? കുട്ടികൾക്ക് കാണുന്ന ഉണ്ടല്ലോ, നിക്കറകത്തോടെ വലിച്ചേറ്റിട്ട് വേറൊരുത്തനും കൂടെ ഉണ്ടല്ലോ, വേറൊരാളും കൂടെ ഉണ്ടല്ലോ, ഹനുമാന്. വേറൊരുത്തർ നമ്മുടെ മക്കൾ ഈ മൊബൈലിൽ ഗെയിം കണ്ട് ഞാൻ എൻ്റെ മകൻ എന്നോട് ഇടയ്ക്ക് പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, ഇതൊക്കെ കള്ളവാ. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മായാവി വിളിക്കണ പോലെ കൊച്ചുകുട്ടികൾ ഓങ്കരി മായാവി വിളിക്കുമ്പോൾ മായാവി രക്ഷപ്പെടുത്ത കുട്ടികളുടെ മനസ്സിലതാ. എന്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇതൊക്കെയാ പഠിപ്പിച്ചു കൊടുക്കണേ. നമ്മുടെ മക്കളുടെ മനസ്സിന്റെ ഉള്ളിലതാ. പക്ഷേ യാക്കൂബ് നബി തന്റെ മകനോട് ചെറുപ്പത്തിലെ പറഞ്ഞ അല്ല ഉണ്ടടാ, പേടിക്കണ്ട. നമ്മൾ മനസ്സിലാക്കണം, ആ ചെറിയ കുട്ടി ഒരൊറ്റ വിളി വിളിച്ചപ്പോ 7 ആകാശവും കടന്ന് അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് കയ്യിൽ ഇങ്ങനെ കോരിയെടുത്തിട്ട് ഉപദേശിച്ചു കൊടുത്തു, പേടിക്കണ്ട, അള്ളയുണ്ടെന്ന്. അള്ള നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അള്ള ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാന്ന് പറഞ്ഞ ഈ റോഡിന്റെ സൈഡിൽ കണ്ടിട്ടില്ലേ ചില ദൈവങ്ങൾ നിൽക്കണ, കണ്ടാ പേടി തോന്നുന്നു. അതല്ല പഠിപ്പിച്ചു കൊടുക്കണതൊന്നുമല്ല. അല്ലാ ഗഫൂറ, അല്ലാ റഹീമ, അല്ലാ കരുണയുള്ളവനാ, അള്ളാഹു സ്നേഹമുള്ളവനാ. അള്ളാനെ കുറിച്ച് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. ഇതാണ് മാതാപിതാക്കളുടെ ഒന്നാമത്തെ കടമ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ പരമേൽപ്പിക്കണം. അള്ളാഹുവിനെ തവക്കലേൽപ്പിക്കണം. എന്താ പ്രതിഫലം? ഇനി കേക്ക്, ഉറങ്ങല്ലേ. അള്ളാഹുവിനെ പരമേൽപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് ധാരാളം പ്രതിഫലം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹനെ എല്ലാ കാര്യവും പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു ചില പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൈ നല്ല മടങ്ങിയിട്ടൊരു നീരുണ്ട്, ചെറുതായിട്ട് നിടിച്ചതാ, കുഴപ്പമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നതിലൂടെ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് റബ്ബിനെ ഏൽപ്പിക്കുന്നവരുണ്ടല്ലോ. വീടാണെങ്കിലും വാഹനമാണെങ്കിലും കടയാണെങ്കിലും സർവകാര്യങ്ങളും അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നവരെ എല്ലാ കാര്യവും താൻ ചെയ്യേണ്ടത് ചെയ്തതിന് ശേഷം അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിനെ വരെ വല്ലാത്ത ഇഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ ലോകത്തിന്റെ ദിവനായ പടച്ചറപ്പിന് വല്ലാത്ത സ്നേഹമാ. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ പടച്ചവൻ ഇഷ്ടപ്പെട്ടാൽ അതിനെക്കാലം എന്തേ വേണ്ടത്? ഇതിനെക്കാലം ഇനി ഒരു മനുഷ്യൻ എന്തേ നേടാൻ കഴിയുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിനാണ് നമ്മളെ സ്നേഹിച്ചാൽ ആ സ്നേഹം കിട്ടുന്നതിന് വേണ്ടിയല്ലേ, റബ്ബിന്റെ സ്നേഹം കിട്ടാനല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്, നമ്മൾ ഖുർആൻ ഓതുന്നത്, നമ്മൾ നോമ്പ് പിടിക്കുന്നത്, നമ്മൾ സദഖ കൊടുക്കുന്നത്, നമ്മൾ ദിക്ർ പറയുന്നത്, ഈ പ്രസംഗിക്കുന്നതും ഈ പ്രസംഗം കേൾക്കുന്നതും മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്ന മുസ്ലിമേ, തവക്കൽതു അലല്ലാഹ് എന്ന് പടച്ചറപ്പിനെ പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ. ആ പടച്ചറപ്പിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മലക്കുകൾ മുഴുവനും സ്നേഹിക്കുമല്ലോ. അല്ലാഹുവിന്റെ ആകാശ ലോകത്തുള്ള കോടാനി 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 കോടി മലക്കുകൾ മുഴുവനും അല്ലാഹു ഇഷ്ടപ്പെട്ടവനെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടുകയാ. മലക്കുകൾ സ്നേഹിച്ചാ പിന്നെ എല്ലാരും സ്നേഹിക്കുമല്ലോ, എല്ലാവരുടെയും സ്നേഹം കിട്ടുമല്ലോ. അതിനെക്കാളും വലിയ എന്ത് നേട്ടമാ? പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ലല്ലോ, അധികാരം കൊണ്ട് പറ്റില്ലല്ലോ, വാഗ്ദാനങ്ങൾ കൊണ്ട് പറ്റില്ലല്ലോ. അല്ലാഹുവിന്റെ സ്നേഹം നേടണമെങ്കിൽ പണത്തിന്റെ ചെലവില്ലല്ലോ, കഷ്ടപ്പാടില്ലല്ലോ, ഉറക്കമൊഴിയുണ്ടല്ലോ, യാതൊരു പരിശ്രമം വേണ്ടല്ലോ. തന്റെ ജീവിതത്തിലെ ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ രോഗമാകട്ടെ ദുരിതമാകട്ടെ പ്രശ്നമാകട്ടെ പ്രയാസമാകട്ടെ പ്രതിസന്ധിയാകട്ടെ, തന്റെ ജീവിതത്തിൽ എന്തെല്ലാം കടന്നു വന്നാലും എന്ത് വിഷയമാണെങ്കിലും ഹസ്ബി അല്ലാഹ്, എന്റെ റബ്ബെനിക്ക് മതി, എന്റെ അല്ല എന്റെ കൂടെയുണ്ടല്ലോ, എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹുവിന്റെ
വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്ത് കാര്യവും അള്ളാഹുവിനെ ആര് പരമേൽപ്പിക്കുന്നുണ്ടോ ആ പരമേൽപ്പിക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു അവനെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അവിടെ ഉറങ്ങുവാണോടാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് പേടിക്കണ്ട, അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ത് ചെയ്താലാ? പൈസ കൊടുത്തിട്ടാ? ഇല്ല. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് കാര്യം ചെയ്യുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ത് പറയണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാഹനെ ഏൽപ്പിക്ക്. വീട് പണി തുടങ്ങുന്നുണ്ടോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. വണ്ടി എടുക്കാൻ പോകുന്നുണ്ടോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പള്ളി കെട്ടാൻ തുടങ്ങിയില്ലേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. എന്ത് കാര്യം, കച്ചവടത്തിലേക്ക് പോകുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ബസ് എടുക്കാൻ പോകുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാഹനെ ഏൽപ്പിക്ക്, യാതൊരു പേടിയും വേണ്ട. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് വിശദീകരിക്കുന്നില്ല, 11 മണിക്ക് നിർത്തണം, വീട്ടിൽ പോകാനുള്ളതാണ്. ഉമ്മ ആശുപത്രി തന്നെ കിടക്ക. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ല, ഉമ്മ എന്ന് പറഞ്ഞ നമ്മുടെയൊക്കെ ജീവനല്ലേ, നമ്മുടെയൊക്കെ ഉമ്മമാരല്ലേ. അൽഹംദുലില്ലാഹ്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉമ്മ, അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട്, എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് വീരാജുപേട്ടയിലുള്ള സൂഫി ഹാജി എന്ന് പറയും. ഞാൻ കർണാടകയിൽ കുടകിൽ എവിടെ വഴുതിന് പോയാലും വരും കൂടെ. നല്ല സമ്പന്നനാ, അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത മനുഷ്യനാ. എല്ലാ സദസ്സിലും വരും, ലക്ഷങ്ങൾ കൊടുക്കും. ചോദിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം വഴുതിന് പോയപ്പോ, ഉസ്താദെ ഞാൻ ഉണ്ടാകില്ല, എൻ്റെത് ഉസ്താദ് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞ. എത്രയാണ്? അവിടെ സ്റ്റേജിൽ വെച്ചിട്ട് എല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ എത്രയാണെന്ന് ഉസ്താദ് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്തേക്കാന്ന്. അത്രയും വലിയ സമ്പന്നനാണ്. എൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അള്ളാഹുവെ, കുറച്ച് ദിവസങ്ങളായി നമുക്ക് സുഖമില്ല, ഹോസ്പിറ്റലിലാണ്. നല്ല ആരോഗ്യമുണ്ട്, സംസാരിക്കും. മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ ഓക്സിജൻ കിട്ടാതെ വളരെ പ്രയാസത്തിലായിരുന്നു. ആ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ അള്ളാഹുവിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി യാത്രയായി. അള്ളാഹു ആ ഉമ്മയ്ക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് എല്ലാവർക്കും ഈ ഉമ്മാനോട് വലിയ ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഈ പണക്കാരൊക്കെ പണം കൂടിക്കഴിഞ്ഞാൽ അള്ളാഹനെ മറക്കുന്നവരധികം പേരും. ആ വീട്ടിലെ സാധാരണ വാപ്പമാരൊക്കെ നല്ലവരാണെങ്കിലും വീട്ടിലെ മക്കൾ അത്ര നല്ലവരാവത്തില്ല. സത്യം പറഞ്ഞാൽ ആ വീട്ടിലെ പെൺകുട്ടികൾ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കും. എനിക്ക് അത്ഭുതമാണ്. അത്രയും വലിയ അനുഗ്രഹം അള്ളാഹു കൊടുത്തിട്ടും അദ്ദേഹത്തിന്റെ പെൺമക്കൾ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കും. അത് അത്രയും നല്ല രീതിയിൽ അള്ളാഹു ആ മക്കൾക്ക് നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ചെറിയൊരു പ്രയാസത്തിൽ പെട്ടുകിടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, ഇപ്പോൾ വാപ്പയും ഉമ്മയും പോയി, രണ്ടുപേരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്കും പെട്ടെന്ന് പോകാനുള്ളതാണ് ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് നമ്മുടെ അള്ളാഹു ഉമ്മയ്ക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. രണ്ട്, അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്നതിലൂടെ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താണ്? തവക്കൽതു അലല്ലാഹ് എന്ന് വണ്ടിയുടെ മുന്നിൽ എഴുതി വെച്ചാ പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ വീട് വെച്ചിട്ട് വീടിന്റെ മുന്നിൽ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് ഹാദാ മിൻ ഫളിൽ റബ്ബി എന്ന് എഴുതി വെച്ചാ പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് റബ്ബിനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എല്ലാ കാര്യത്തിലും അല്ലാഹു അവന് മതിയാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ.
ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ബലമേൽപ്പിക്കുന്ന പക്ഷം അവൻ അല്ലാഹ് തന്നെ മതി, അവൻ അല്ലാഹ് തന്നെ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, അവന് പരിപൂർണനായി മാറുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തിനാ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? അവന്റെ സർവ്വ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പൊന്നാര ചങ്ങാതി, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹിനെ ഏൽപ്പിച്ച പിന്നെ നീ എന്തിനാ പേടിക്കണേ? എന്റെ കാര്യങ്ങൾ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞ് നീ എന്താ എനിക്ക് ബേജാറ്? എന്റെ മകള് പ്രായപൂർത്തിയായി, വിവാഹപ്രായമായി, അൽഹംദുലില്ലാഹ് അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്തിനാ പേടിക്കണേ? എന്റെ കാര്യങ്ങളും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. അത് നമ്മൾ വ്യക്തമായി കേൾക്കേണ്ടത്. ചുമ്മാതെ വീടിനകത്തിരുന്നിട്ട് 18 വയസ്സായി 19 വയസ്സായി ഇരിക്കുക, പെണ്ണുമ്പിള്ള ചോദിക്കുന്ന കാക്ക മോളെ കെട്ടിക്കണ്ടേ? ഓ അല്ലാഹ് നോക്കിക്കോളൂ, അല്ലാഹ് നോക്കിക്കോളൂ. ആകാശത്ത് നോക്കി നടക്കാറല്ല പറഞ്ഞത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വീടിന്റെ പണി തുടങ്ങി, അൽഹംദുലില്ലാഹ് ഉള്ളതൊക്കെ കൊണ്ടു തുടങ്ങി. പക്ഷെ പൈസയ്ക്ക് പ്രതിസന്ധി വരുമ്പോ ലോൺ എടുക്കാൻ പോയില്ല. എടാ, പൈസയ്ക്ക് പ്രതിസന്ധി വരുന്ന സമയത്ത് പണയം വെക്കാൻ പോയില്ല. അല്ലാഹ് തരും, വെയിറ്റ്. തവക്കൽതു അലല്ലാഹ് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹ് എന്നെ കൊണ്ടുതരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏറ്റവും വലിയ ഒരു ചരിത്രം, എന്ത് തടസ്സമാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് തട്ടിമാറ്റി തരും സർവ്വതും. എന്തു പ്രയാസമാണോ, എന്താണോ. ഇപ്പൊ തന്നെ ഈ എന്തിനിപ്പോ നമ്മൾ കൂടുതൽ വഴുതു പറയണേ? നിങ്ങളോട് ഞാൻ എന്തിനാ പറയണേ? ഈ ചങ്ങാതിമാരൊക്കെ ഈ പള്ളി കെട്ടണ വിഷയമായിട്ടൊക്കെ എന്തൊക്കെയായിരുന്നു? ബദറും ഉഹദും ഹന്തക്കും ഹൈബറും തബൂക്കൊക്കെ എല്ലായിരുന്നു. എന്തൊക്കെ തടസ്സങ്ങളായിരുന്നു. പക്ഷെ എവിടെ പോകുമ്പോഴും അല്ലാഹ് ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു, അല്ലാഹു ഒരു വഴി തുറന്നു കൊടുക്കുന്നു. ഏതൊരു വിഷയത്തിലാണെങ്കിലും നിങ്ങൾക്കൊക്കെ പിന്നെ പറഞ്ഞു തരണ്ട, നിങ്ങൾക്ക് പിന്നെ ശത്രുക്കളെ ഇല്ലല്ലോ, നിങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. എല്ലാരും ഈ ചിരി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കണേ? അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് അല്ലാഹു നമുക്ക് എല്ലാ വഴികളും തുറന്നു തരും. അല്ലാഹനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഭയവും നമുക്ക് വേണ്ട. അതിന് ഏറ്റവും വലിയ തെളിവ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ അനുയായികൾ പിടിച്ചുകൊണ്ട് വന്നിട്ട് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നിർത്തിയിരിക്കുമ്പോഴും എവിടെ അമ്പും വില്ലും തയ്യാറാക്കിയിട്ട് നിർത്തിയിരിക്കുക ഇബ്രാഹിം നബിയെ എഴുതങ്ങിട്ട് വിടാൻ. ആ നിർത്തിയിരിക്കുന്ന സമയത്താ പറയുന്നത്, ഹസ്ബിയല്ലാഹ് വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. എന്താ ഇല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടാ പറയണേ, രക്ഷപ്പെടുത്തട്ടെ, പൊക്കോ നിന്റെ കാര്യം നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയാൻ, നബിയെ രക്ഷപ്പെടുത്തട്ടെ, നബിയെ നിങ്ങൾ പോ ചങ്ങായി, അല്ലാഹ് ഉണ്ടല്ലോ, എന്റെ റബ്ബുണ്ടല്ലോ എന്നെ നോക്കാൻ, നീ എന്തിനാ ഭയപ്പെടുന്നേ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, എനിക്ക് അല്ലാഹ് മതി, ഞാൻ അല്ലാഹനെ ഏൽപ്പിച്ചിരിക്കല്ലേ. കരിയാൻ വിധിയുണ്ടെങ്കിൽ കരിയട്ടെ, അതിനകത്ത് പോയി കടന്ന് അവസാനിക്കാനാണ് എന്റെ വിധിയെങ്കിൽ അല്ലാഹ് തീരുമാനിച്ചതല്ലേ. അവിടെ ആ ഒരു മനസ്സ് കാണിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഇടപെടലുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്നു സഹായം. ആ ഒരൊറ്റ വാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരെ വന്നപ്പോ, എന്റെ റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ, എന്റെ റബ്ബുണ്ടല്ലോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ നമ്രൂദിന്റെ കഠാരമായ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ അവിടെ തയ്യാറെടുക്കുന്ന സമയത്തല്ലേ പറഞ്ഞത്. അപ്പോഴാണ് ഏഴാകാശം കടന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം വരുന്നത്. കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ആകാശത്തുകൂടെ അതിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവുകൾ പോലും കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കി. ആ തീക്കകത്തേക്ക് വലിച്ചതന്നെ ഇബ്രാഹിം നബിയുടെ ശരീരത്തിലെ ഒരു രോമം കരിഞ്ഞില്ലല്ലോ മുസ്ലിമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ ഒരു രോമം പോലും കരയാതെ എന്റെ പ്രിയപ്പെട്ടവരെ അതിനകത്ത് ഉല്ലാസ യാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നവനെ പോലെ മാസങ്ങൾ കഴിഞ്ഞപ്പോ 40 ദിവസം കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന ചരിത്രം കഥയല്ല, ഖുർആൻ
പറയുകയാ, ഖുർആൻ പറഞ്ഞതല്ലേ, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തിനോട്, ആ തീയോടാണ് പടച്ച റബ്ബ് പറയുന്നത്, തീയേ ഇബ്രാഹിമിന് തണുപ്പും സമാധാനമായിരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ചൂടിന് ചൂട്, തണുപ്പിന് തണുപ്പ്, സമാധാനത്തിന് സമാധാനം അല്ലാഹു കൊടുത്തത്. അതുകൊണ്ടാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞ പിന്നെ റബ്ബ് മതിയല്ലോ. ആരെന്തു പറയട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല ഒരു നാട് മുഴുവനും വ്യഭിചാരി എന്ന് വിളിച്ചപ്പോ, തെറ്റുകാരി എന്ന് വിളിച്ചപ്പോ, അവസാനം തന്റെ വീടിന്റെ അകത്ത് വന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല ദിവസങ്ങളോളം നാട്ടുകാരും മാതാപിതാക്കളും എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്, എല്ലാവരും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ആയിഷ ബീവിക്ക് ആരുമില്ല, ആയിഷ ബീവിക്ക് ആരുമില്ല. എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് വീടിന്റെ ജനലിലൂടെ അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ടോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിളിക്കാൻ വരുന്നുണ്ടോ, ആയിഷ ബീവി കാത്തിരിക്കുകയാ. ഒരു ദിവസം അതാ വരുന്നു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ നബി കേറി വരുന്നത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജിബ്രീൽ വന്നോ നബിയേ, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹ് പറഞ്ഞോ നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ആയിഷ നീ നിരപരാധിയാണെന്ന് ജിബ്രീൽ വന്നു. ആയിഷ, അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു തആല ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, നബിയേ എനിക്കുറപ്പായിരുന്നു നബിയേ, അല്ലാഹുവിന്റെ സഹായം വരുമെന്ന്, ജിബ്രീൽ വരുമെന്ന്, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന്, ഞാൻ നിരപരാധിയാണെന്ന് എന്റെ റബ്ബ് പറയുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. ആയിഷ, ഇത്ര ഉറപ്പന്ത്, എങ്ങനാ നീ ഇത്രയും ദിവസം കഴിഞ്ഞത്, എങ്ങനെയാ നിനക്ക് സമാധാനം കിട്ടിയത്? യാ റസൂലല്ലാഹ്, സുജൂദിൽ കിടന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇത് സമാധാനം തന്നത് ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പറഞ്ഞു പഠിച്ചോ, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബുണ്ടല്ലോ, എനിക്കെന്റെ റബ്ബുണ്ടല്ലോ, എനിക്കെന്റെ റബ്ബ് മതിയല്ലോ. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്ന മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. രണ്ട്, തവക്കൽതു അലല്ലാഹ് എന്ന് റബ്ബിനെ ഏൽപ്പിക്കുന്നവന് റബ്ബ് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം അവൻ അല്ലാഹ് മതിയാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ തിന്നിട്ട് വയറ് നിറയാത്ത മനുഷ്യന്മാരാ. എന്തുകൊണ്ട്? നമുക്ക് മതിയാകാത്തത് കൊണ്ട്. എന്ത് തിന്നാലും നിറയുന്നുണ്ടോ? എത്ര കിട്ടിയാലും തികയുന്നുണ്ടോ? ഇല്ല. അതങ്ങനല്ല. അല്ലാഹ് ഉണ്ടെങ്കിൽ അല്പം മതി. കാന്താരി ചെറുതാണെങ്കിലും മതി. അൽഹംദുലില്ലാഹ്, നമുക്ക് അല്പം കിട്ടിയാൽ മതി, നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മൂന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ ഹദീസ് പറയുന്നില്ല, ഖുർആൻ മാത്രം പറയാം. ഇന്നെങ്കിലും 10:30 അരമണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ്. പിരിവെല്ലാം ഉണ്ടില്ലേ അപ്പൊ? ഒരു അരമണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ്. ഇരിക്കല്ലേ? എസിക്കാതിരിക്കാൻ നല്ല രസമുണ്ടില്ലേ? നമുക്കൊന്നുമില്ലപ്പാ, ചൂട് തന്നെ. ഇത് ഈ പാലത്തിന് ഇത്രയും വരെ നീട്ടം ഉണ്ടായിരുന്നെങ്കിൽ പഠിച്ചാൽ, ഈ പാലം ഇവിടെ വരെ നീട്ടാൻ പറ്റിയിരുന്നെങ്കിൽ കേട്ടാ, ഈ ഫാനെങ്കിലും ഒന്നുള്ളൂ. ഞങ്ങൾ ഒന്ന് നീട്ടണം മെമ്പർ കേട്ടോ. നിങ്ങളൊക്കെ വിചാരിച്ച പാലം നീട്ടാൻ പറ്റില്ലേ? പടച്ചൊരു സിറാത്ത് പാലം പോലെ, തൂക്കുപാലം പോലെ തൂക്കിയിട്ടിരിക്കുക ഇത്. ശരി, ഉച്ച സമയത്ത് കയറി ഇരിക്കണം, തൂക്കുപാലത്തിന്റെ പവർ അറിയാൻ. ഇപ്പോ നല്ല തണുപ്പുണ്ടില്ലേ? എങ്കിൽ ലോഹറിന് പള്ളി വന്നിരുന്ന് നോക്കണം. ജുമായക്കൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഈ പാലത്തിന്റെ ചൂടറിയാം. ആ സമയത്ത് അള്ളാഹു നമ്മുടെ സിറാത്ത് എന്ന് പറയുന്ന പാലം അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് മൂന്നാമത്തെ പ്രതിഫലം എന്താ? ഇത് പറയുന്നവർക്ക്, ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. വ്യക്തമായി കേൾക്കും. മൂന്നാമത്തെ പ്രതിഫലം തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും അല്ലാഹനെ ഏൽപ്പിക്കുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവർക്ക് അല്ലാഹു സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അവരുടെ മേൽ അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവരുണ്ടല്ലോ, അവരുടെ മേൽ പിശാചിന് തീർച്ചയായും യാതൊരു അധികാരവുമില്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. ഇബ്ലീസിന്, പിശാചിന് തവക്കലേൽപ്പിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവന്റെ വിഷയത്തിൽ പിശാചിന് യാതൊരു അധികാരവുമില്ല. അവന്റെ അധികാരം അവനെ രക്ഷാധികാരിയാക്കിയവരുടെ അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നവരോടാ. എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹനെ ഏൽപ്പിച്ച് ജീവിക്കുന്നവനുണ്ടല്ലോ, അവന് കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം, അവന്റെ മുന്നിൽ പിശാച് പരാജയപ്പെടുകയാ. പിശാചിന്റെ ഉപദ്രവം അവന് ഏൽക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഹദീസ് അവിടെ നിന്ന് പറയുന്നു, അള്ളാഹുവിനെ പരമേൽപ്പിച്ചവന്റെ മുന്നിൽ ഇബ്ലീസ് പരാജയപ്പെടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ശരിയല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് ദുആ ചെയ്യാൻ പറയുന്നത് മക്കളില്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് മക്കളില്ല? ആ ആശുപത്രി പോ, ഈ ആശുപത്രി പോ, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ പോയാൽ കിട്ടും, അവിടെ പോയാൽ കിട്ടും, ഇവിടെ പോയാൽ കിട്ടും, മൊത്തവും നടക്കും. മക്കളെ കിട്ടാനുള്ളൊരാഗ്രഹം, ആ മരുന്ന് ഈ മരുന്ന് എല്ലാം കഴിക്കും. എന്നിട്ട് അവസാനം വേണമെങ്കിൽ പോയിട്ട് വേറെന്തോ ഉണ്ടല്ലോ അപ്പ, ഈ കുട്ടികളുണ്ടാവാൻ വേണ്ടി വേറെന്തോ എന്തോ ഇഞ്ചക്ഷൻ അല്ലപ്പ, വേറെന്തോ ചെയ്യുമല്ലോപ്പാ, PDF എന്തെങ്കിലും പറയത്തില്ലേ, അങ്ങനത്തെ ചികിത്സ. എന്താ ഷാജിക്ക, ഈ മക്കളുണ്ടാകാൻ വേണ്ടി എന്തൊരു ചികിത്സയില്ലേ? ആരോട് ചോദിക്കാ പറച്ചോൻ? എന്തൊക്കെയോ മക്കളില്ല എന്ന് പറഞ്ഞു. എങ്കിലും മക്കളില്ലാത്തവർ പഠിക്കണം. മക്കളില്ലാത്തവർ ഇവര് പറയും ഗർഭപാത്രമില്ല, കൗണ്ടിങ് ഇല്ല, അതില്ല, ഇതില്ല, തൈറോയ്ഡ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതൊക്കെ. എന്നാൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഇവർക്ക് രണ്ടുപേർക്കും മക്കളുണ്ടായിരുന്നു. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേർക്കും മക്കളില്ലായിരുന്നു. കൗണ്ടിങ് പറഞ്ഞുകൊണ്ടാ നിങ്ങൾ ചിന്തിക്ക്. മക്കളെന്ന് പറയുന്നത് അള്ളാഹു തരുന്നൊരു സമ്മാനം. അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കും, ചിലർക്ക് കൊടുക്കൂല. ചിലര് മക്കളെ കിട്ടിയിട്ട് കരയുന്നു, ചിലര് കിട്ടാതെ കരയുന്നു. ഇത്ര വ്യത്യാസമുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും ദുആ ചെയ്യാൻ, ഇപ്പൊ ഇവിടത്തെ നിങ്ങൾ തന്നെ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഉസ്താദെ 15 കൊല്ലമായി, 10 കൊല്ലമായി, 8 കൊല്ലമായി, 6 കൊല്ലമായി മക്കളില്ല, ദുആ ചെയ്യും. ഉസ്താദെ മക്കൾ നന്നാകാൻ വേണ്ടിയും ദുആ ചെയ്യും. രണ്ടുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ അള്ളാഹുവിൽ തവക്കൽ ഏൽപ്പിക്കുക. എന്തിനാ നിങ്ങൾ പേടിക്കണം? അവിടെ ഇവിടെയും പോയി മന്ത്രവാദം വരെ ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ വേണ്ടി. അവിടെ പോയാ ആ സ്വാമി എടുത്തു പോയാ അന്നടുത്ത് പോയാ എല്ലാം കിട്ടും, അങ്ങനെ കുറെ എണ്ണം. അള്ളാഹുവിനെ പരമേൽപ്പിക്കൂ സഹോദര. അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് നിങ്ങളെ രക്ഷപ്പെടുത്തും. നിങ്ങൾക്ക് അല്ലാഹ് തരും. ഏറ്റവും കൂടുതൽ നിരാശയാ മക്കളില്ലാത്തതിന്റെ കാരണം ഒന്ന്, നിരാശ ജീവിതത്തിൽ ഇനി ഉണ്ടാകില്ല എന്നുള്ള. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് മക്കളില്ല എന്ന് പറയുന്നവരുടെ എത്ര വയസ്സായി? 28 വയസ്സായി, 30 വയസ്സായി. എന്താ 30 വയസ്സുള്ളവർ പ്രസവിക്കൂലേ? അതാ ചിന്തിക്കണ്ടേ. എടാ 58 60 വയസ്സുള്ളവർ പ്രസവിക്കണില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ധൃതിയാണ്. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക. അതാ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇസ്തിഗ്ഫാറുകൾ അധികമായിട്ട് പറയുക. ഇസ്തിഗ്ഫാറുകൾ അധികമായിട്ട് പറ. മക്കളില്ല, 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 ഇസ്തിഗ്ഫാർ പറ. നിങ്ങൾ പേടിക്കണേ. അല്ലാഹല്ലേ പറഞ്ഞത്, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ. ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇസ്തിഗ്ഫാർ പറയാനാ പറഞ്ഞത് മക്കളില്ലാത്തവരോട്. അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ ഭാര്യയും ഭർത്താവും അസ്തഗ്ഫിറുല്ലാഹ് പറ. അല്ലാതെ നിന്റെ കുഴപ്പമാടി മക്കൾ ഉണ്ടാകാത്തത്, കാക്കയുടെ കൗണ്ടിങ് പറഞ്ഞുകൊണ്ടാ ഇല്ലാത്തത്. ആര്? രണ്ടും കൂടെ അടിയ. പെണ്ണിന്റെ വീട്ടുകാർ, പയ്യന്റെ വീട്ടുകാർ പറയും അവള് പ്രസവിക്കത്തൊന്നുമില്ലടാ, എടാ ഒഴിവാക്കിയിട്ട് വേറെ കെട്ടടാ. പെണ്ണിന്റെ വീട്ടുകാർ പറയും അവനെ ഒന്നിനും കൊള്ളത്തില്ല, ഒഴിവാക്കാൻ. ഇതാ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കേണ്ടതിന് പകരം അള്ളാഹുവാണ് മക്കളെ തരുന്നത്, പടച്ച റബ്ബിന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാതെ ആശുപത്രി പോയിട്ട് ആരുടെ തെറ്റാന്നാ നോക്കണേ. എന്റെ പെണ്ണുങ്ങൾ പറയണത് എനിക്കൊരു കുഴപ്പമില്ല, ഇക്കാടെ കുഴപ്പമാണ്. ഇവളാരാ? അള്ളായാ? നമ്മൾ ചിന്തിക്കേണ്ടത്, പെണ്ണുങ്ങൾ പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല, ഇക്കാടെ കുഴപ്പം. ഭർത്താവ് പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല, ഭാര്യയുടെ കുഴപ്പം. പെണ്ണിന്റെ വീട്ടുകാരെന്താ പറയണത്? ഓന് മക്കളുണ്ടാവില്ല, അവന്റെ പരമ്പര എങ്ങനെ, നമുക്ക് വേറെ നോക്കാം, ഒഴിവാക്ക്. പയ്യന്റെ വീട്ടുകാർ പറയുന്നു ഓള് പ്രസവിക്കും, ആലോചിക്കും. എന്നാൽ ഇനി ഇവർ രണ്ടുപേരും കൂടെ ബെഡ്റൂമിൽ കയറിയാലോ സമാധാനമില്ല. ശോകഗാനം അവാർഡ് പടം പോലെയാ, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ ഇപ്പൊ അവസ്ഥ? എന്നാ സന്തോഷത്തോടെ ജീവിക്കാൻ. എന്തിപ്പാ നല്ല പരിപാടി കേട്ടോ. പ്രസംഗിക്കുന്ന ഉസ്താദിനൊന്നുമില്ല, കേൾക്കുന്നവർക്ക് ചായയും കടിയും കേൾക്കും. പിന്നെ നമുക്ക് ഉണക്ക പൊറോട്ട ഇരുന്നോ? ശരി, അള്ളാഹു നമുക്ക് സ്വർഗത്തിലെ ഭക്ഷണം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മക്കളില്ലാത്തവരെ വേദനിപ്പിച്ചതല്ല. നിങ്ങൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ. നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ടത് അള്ളാഹ് നിങ്ങൾക്ക് തരുമെന്നുള്ള ഉറപ്പാ. എന്നെങ്കിലും ഒരിക്കൽ റബ്ബ് നിന്റെ വിളി കേൾക്കാതിരിക്കില്ല. എന്നെങ്കിലും ഒരിക്കൽ അല്ല 20 അല്ല 25 അല്ല 30 അല്ല 35 അല്ല 120 വയസ്സുള്ളവർക്ക് വരെ അല്ല മക്കളെ കൊടുത്തില്ലേ ഉമ്മ? 99 വയസ്സുള്ള പെണ്ണിന് അല്ലാഹു മക്കളെ കൊടുത്തില്ലേ ചെറുപ്പക്കാരാ? എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? അല്ലാഹുവിനോട് ദുആ ചെയ്യ്, അല്ലാഹുവിനോട് ദുആ ചെയ്യ്, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നു. മൂസാ നബിയോട് പറയുന്നു, നബിയേ, നിങ്ങൾ അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ്, അതുകൊണ്ട് എനിക്കാണെങ്കിലും മക്കളില്ല, അല്ലാഹുവിനോട് ദുആ ചെയ്യ്, എനിക്ക് മക്കളെ തരാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഈ സാധുവിന് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് പറഞ്ഞു, ഓള് പ്രസവിക്കാത്തവളെ വിട്ടേക്കാൻ. വീണ്ടും ദുആ ചെയ്തു. 3 പ്രാവശ്യം ദുആ ചെയ്തപ്പോഴും അല്ലാഹ് മൂസാ നബിയോട് പറഞ്ഞ മറുപടി, ഞാനല്ലേ പറഞ്ഞ ഓള് പ്രസവിക്കൂലെന്ന്, പിന്നെയും നീ എന്തിനാ ചോദിക്കണേ? എന്റെ പ്രിയപ്പെട്ടവരെ, മാസങ്ങൾ കഴിഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു.
ഒരു ദിവസം കൈക്കുഞ്ഞുമായി കടന്നു വരികയാണ്. ഒരു ദിവസം കൈക്കുഞ്ഞുമായിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് കൈക്കുഞ്ഞുമായി പെണ്ണ് കടന്നു വന്നിട്ട് പറയാ. അപ്പൊ മൂസാ നബി ചോദിക്കുക, ഈ കുഞ്ഞാരുടെയാ? എന്റെ കുഞ്ഞ്. ഈ കുഞ്ഞാരുടേതാ? ഈ പെണ്ണ് പറയണ എന്റെ കുഞ്ഞ്. മൂസാ നബി ചിന്തിക്കുക, അല്ലേ പറഞ്ഞു ഇവള് പ്രസവിക്കൂലെന്ന്. ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് അള്ളയാ പറഞ്ഞത്, പിന്നെ ഇവൾ എങ്ങനെ പ്രസവിച്ചു? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ, അള്ളാഹു അവള് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും അവൾ ഒരു ദിക്റ് പറഞ്ഞു. അതിന്റെ മഹത്വമാണ്. മക്കളില്ലാത്തവർ ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങൾ, മക്കളിൽ നിന്ന് പറഞ്ഞ് കരയുന്നവന്റെ പ്രിയപ്പെട്ട ദമ്പതിമാരോട് പൈസ കൊടുത്തിട്ട് പടച്ചവനെ ഗുളിക വാങ്ങി കടിച്ച് ആരോഗ്യവും ആയുസ്സും കളയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പ്രസവിക്കില്ല എന്ന് പറഞ്ഞ പെണ്ണിന് അല്ലാഹു സന്താനത്തിനെ കൊടുത്തത് ഒരു ദിക്റ് പറഞ്ഞിട്ടാ. ഏത് ദിക്റെന്നറിയുമോ? യാ റഹീമു യാ അല്ലാഹുവേ, അല്ലാഹുവിന്റെ 99 പേരുകളിൽ ഒരു പേരല്ലേ അല്ലാഹുവേ. യാ റഹീമു യാ പെണ്ണ് പറഞ്ഞത്. അതുകൊണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളോട്, ദമ്പതികളോട് പറയുകയാ, പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാഹ്, പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാഹ്, പറഞ്ഞോ യാ റഹീമു യാ അല്ലാഹ്. കരുണയുള്ള അല്ലാഹ്, കരുണയുള്ള അല്ലാഹ്, കരുണ കാണിക്കണേ അല്ലാഹ്. വർഷങ്ങളായി റബ്ബേ, വർഷങ്ങളായി റബ്ബേ കണ്ണീരിലാണ് റബ്ബേ, കണ്ടില്ലെന്ന് നടിക്കല്ലേ അല്ലാഹ്, സഹായിക്കണേ അല്ലാഹ്. പടച്ച റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ആദം നബിയെ പച്ച മണ്ണിൽ നിന്നാ അല്ലാഹു സൃഷ്ടിച്ചത്. ഹവ്വാ ബീവിക്ക് ഉമ്മയില്ലല്ലോ. ആദം നബിക്ക് വാപ്പയുമില്ല, ഉമ്മയുമില്ല. ഹവ്വാ ബീവിക്ക് വാപ്പയില്ല, ഹവ്വാ ബീവിക്ക് ഉമ്മയില്ല. പടച്ചവനെ ഈസാ നബിക്ക് വാപ്പയില്ല, ഈ സിറാജിന് വാപ്പയും ഉമ്മയും ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കാൻ അല്ലാഹുവിന് കഴിവുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട 30 വയസ്സുള്ള, 35 വയസ്സുള്ള, 40 വയസ്സുള്ള, 45 വയസ്സുള്ള പെങ്ങളെ, 50 വയസ്സുള്ളവളെ പ്രസവിക്കില്ല എന്നാരാ പറഞ്ഞത്? അതുകൊണ്ട് പെങ്ങളെ പ്രതീക്ഷ കൈവിടണ്ട, പ്രതീക്ഷ കൈവിടണ്ട. ഉറച്ചങ്ങ് വിശ്വസിച്ചോ, നിന്റെ റബ്ബ് കൈവിടൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, റസൂലുള്ളാഹിന്റെ ഖുർആൻ പറയുകയാണ്, പിശാചിന്റെ ഉപദ്രവം നിങ്ങൾക്കുണ്ടാകില്ല. സംരക്ഷണമാണ്, സംരക്ഷണമാണ്. തവക്കൽതു അലല്ലാഹ്. വീടിന് സംരക്ഷണമാ, സമ്പത്തിന് സംരക്ഷണമാ, ജോലിക്ക് സംരക്ഷണമാ, വാഹനത്തിന് സംരക്ഷണമാ, നിന്റെ സ്ഥാപനത്തിന് സംരക്ഷണമാ, നിന്റെ ജീവിതത്തിന് സംരക്ഷണമാ. ഇബ്ലീസിന് നിന്റെ വീടിന്റെ അകത്ത് പ്രവേശനമില്ല, നിന്റെ ജീവിതത്തിൽ പ്രവേശനമില്ല. അവന്റെ ഒരു കളിയും നിന്റെ അടുക്കൽ നടക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖുർആനാ പറയുന്നത്, അല്ലാഹുവാ പറഞ്ഞത്. ശൈത്താനിന്റെ ശർറ് നിനക്ക് ബാധിക്കൂല, അവന്റെ ഒരു ഉപദ്രവം നിനക്കുണ്ടാകില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3, 4 5 കേട്ടൂടെ? 5 കേട്ടൂടെ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാച്ചി നോക്കുന്ന എന്തിനാ? കേക്കൊക്കെ തിന്നില്ലേ? ഇൻഷാ അല്ലാഹ്. 4 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം. തവക്കൽതു അലല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4ാമത്തെ കാര്യമെന്താ? സലാത്ത് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാലാമത്തെ കാര്യം, കച്ചവടക്കാരൊക്കെ കേട്ടോ, ലോക്ക്ഡൌൺ വന്നത് കാരണം, കൊറോണ വന്നത് കാരണം സാമ്പത്തികമായി തകർന്ന് പേടിച്ച് കച്ചവടമില്ലാതെ തെക്കുവടക്ക് നടക്കുന്നവർ, ബസും വണ്ടിയൊക്കെ വീട്ടിൽ കയറ്റിയിട്ടിരിക്കുന്നവരൊക്കെ കേട്ടോ, ആ നാലാമത്തെ കാര്യം തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുൽ ലർസുഖതും കമാ തുർസഖു തയ്യിർ തഖുദു ഖിമാസാ വതർഹു ബിതാനാ. പ്രവാസികളൊക്കെ കേൾക്കണം, പ്രവാസികളുടെ കുടുംബക്കാർ കേൾക്കണം, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവര് കേൾക്കണം, കച്ചവടമൊക്കെ പ്രതിസന്ധിയിൽ കടന്നു പോകുന്നവര് കേൾക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ്, അല്ലാഹനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം. എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചോ, ഇന്ന് മുതലെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ കഴിയണം, അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ കഴിയണം. അങ്ങനെ പടച്ചറപ്പിനെ ഏൽപ്പിക്കുന്നത് കൊണ്ട് നിനക്ക് കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നിശ്ചയം എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം, അല്ലാഹു നിന്റെ ഉപജീവനം, അല്ലാഹു നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം, അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം, നിനക്കുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾ കടപ്പുറത്ത് പോയി നിൽക്കുമ്പോ ഒരു പക്ഷി കടലിന്റെ അങ്ങോട്ട് പോകുന്നത് കാണാം. കടപ്പുറത്ത് പോയി നിൽക്കുമ്പോ, കപ്പലിലും ബോട്ടിലും ഒക്കെ സഞ്ചരിക്കുമ്പോ നമുക്ക് കാണാം പറവകൾ ഇങ്ങനെ പറന്ന് നടക്കാം. കാലി വയറുമായിട്ട് കടലിന്റെ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാ പറവ. എവിടെ പോകുന്നു? അവിടെ എന്തെങ്കിലും തിന്നാനിരിക്കണുണ്ടാ? എടാ, ഇങ്ങോട്ട് പോയാ വല്ല വീടോ മരവോ പറമ്പോ എവിടെങ്കിലും ഉണ്ട്. പക്ഷേ കടലിന്റെ തിരമാലകളെ മുറിച്ചുകൊണ്ട് പറവകൾ കൊട്ടിയ വയറുമായി പറന്നു പോകുന്നു. തിരിച്ചു വരുമ്പോ വയറ് നിറച്ച് തിന്നിട്ട് മക്കൾക്കുള്ളത് കൊണ്ട് തിരിച്ചു വരുന്നു. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എവിടുന്ന് കിട്ടുന്നു ഭക്ഷണം? എവിടുന്ന് കിട്ടുന്നു ഭക്ഷണം? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും വായിച്ച എനിക്കൊരു ഓർമ്മയുണ്ട്. നമ്മൾ നോക്കിക്കേ, അല്ലാഹുവാണ് റിസ്ക് കൊടുക്കുന്നത്. ഏറ്റവും വലിയ മീനാണ് തിമിംഗലം. അതിന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. തിന്നു വയറ് നിറഞ്ഞിട്ട് പല്ലിന്റെ ഇടയിൽ കയറുമ്പോ ഈ ഒരു മീൻ വന്നിട്ട് വെള്ളത്തിന്റെ മുകളിൽ വന്ന് വായും തുറന്നിങ്ങനെ കിടക്കുന്ന ആ സമയത്ത് കിളികൾ പോയിട്ട് അതിന്റെ വായിയുടെ പല്ലിനകത്ത് ഇരിക്കണൊക്കെ കൊത്തിയെടുക്കും. നിങ്ങൾ ചിന്തിക്കണം, ഏറ്റവും വലിയ മത്സ്യമായ തിമിംഗലം അതിങ്ങനെ വാ തുറന്നിങ്ങനെ വെച്ച് വെള്ളത്തിന്റെ മുകളിൽ വന്ന് കിടക്കുമ്പോ പറവകൾ പോയി വായിക്കകത്തുനിന്ന് പല്ലിനിടയിൽ ഇരിക്കുന്നത് മൊത്തവും കൊത്തിയെടുത്തിട്ട് അവർക്ക് തിന്നാനുള്ളത് തിന്ന് മക്കൾക്കുള്ളതുമായിട്ട് അത് തിരിച്ചു വരുന്നു. എല്ലാം പോയി കഴിയുമ്പോൾ അത് വെള്ളത്തിലേക്ക് മുങ്ങി അത് അതിന്റെ തീറ്റി നോക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് യഥാ റിസ്ക് തരുമെന്ന് പറഞ്ഞ റബ്ബ് തരും. അള്ളാഹു തരും, അതല്ല നമുക്കത് പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ ജോലിക്ക് പോകണം, എന്റെ ഭാര്യയും മക്കളും തിന്നണമെങ്കിൽ. ഇപ്പൊ എങ്ങനെയാ തിന്നണേ? ശരി, ഞാൻ ചോദിക്കുന്നത്, ലോക്ക്ഡൌൺ ആയിട്ട് റേഷൻ കടയില്ലാതെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം അടച്ചുമുട്ടി, ജോലിയില്ല, ഒന്നുമില്ല, മാസങ്ങളിരുന്നു. നീയും നിന്റെ ഭാര്യയും മക്കളും തിന്നത് എങ്ങനാ? നീ ജോലിക്ക് പോയിട്ട? ഒന്നുമില്ലാത്തവന് റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന് ചാക്കണക്കിന് കൊടുത്തല്ലോ. അപ്പൊ അള്ളാഹുവാണ്, നീ ജോലിക്ക് പോയില്ലെങ്കിലും അപ്പൊ നിനക്ക് കഴിക്കാൻ പറ്റുമെന്ന് മനസ്സിലാകും.
നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സുകളാ, നമ്മളെങ്ങനെ ചിന്തയാ, ഒരിക്കലും ആ ചിന്തയല്ല. ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ എൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോയാലും പോയില്ലെങ്കിലും ഞാൻ തിന്നൂലേ? അത് വേറെ ആരും തിന്നില്ലല്ലോ അല്ലേ? എവിടെയാണെങ്കിലും അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നത് ഇന്നെന്താന്ന് എനിക്ക്, ഇന്ന് രാത്രി എന്താ എഴുതി വെച്ചിരിക്കണമെന്ന് എനിക്കറിയോ? പത്തനാപുരത്ത് കിളിമാനൂർ കിടക്കണ എനിക്ക് ഇന്ന് എവിടെ നിന്നാണോ കൊണ്ട് വെച്ചിരിക്കണമെന്ന് അറിയത്തില്ല. എവിടെ നിന്നാ രാത്രി ആരുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അലച്ചു വെക്ക്, അള്ളാഹു ആ റിസ്ക്കിന്റെ മുകളിൽ എഴുതി വെച്ചില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എഴുതി വെച്ചിരിക്കും, നമ്മൾ കഴിക്കൂല. റിസ്ക് റബ്ബ് തരും, എന്തിനാ പേടിക്കണേ? പക്ഷെ എന്ത് വേണം? അള്ളാഹുമായിട്ടൊരു ബന്ധം വേണം. അപ്പനാവരുത്. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ പരമേൽപ്പിച്ച് കഴിഞ്ഞാൽ റിസ്ക് റബ്ബ് തരും. നിന്റെ സർവ്വ കാര്യങ്ങളും അല്ലാഹു നോക്കും. ഗൾഫ് നാടുകളിലൊക്കെ പൊക്കെ ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ തവക്കൽതു അലല്ലാഹ് പൂട്ടി. എടാ നിങ്ങൾ ചിന്തിക്ക്, ഞാൻ അത്ഭുതത്തോട് യുപിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പകുതി താത്തിട്ട് ഓടുക പള്ളിയിലേക്ക്. കട ഒന്നും ആരും നോക്കണില്ല, അവിടെ വിട്ടു. എടാ ഒന്ന് നോക്കിക്കോണേ, അടുത്തവനോട് പറഞ്ഞിട്ട് ഓടുക. അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു, മോഷിക്കൊണ്ട് പോകുന്ന പിടിച്ചു വെച്ചുന്നില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു ചരിത്ര സംഭവം കാണാം. ഒരു ആട്ടിടയനായ ഒരു മനുഷ്യൻ, റിസ്കിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഒരു ആട്ടിടയനായ മനുഷ്യൻ കുറെ ആടുകളുമായിട്ടൊരു മലഞ്ചെരുവിലൂടെ നടന്നു പോകുമ്പോ ഒരു ചെന്നായ വന്നിട്ട് ഒരാടിനെ പിടിച്ചുകൊണ്ട് ഓടുക. ഒരാടിനെ പിടിച്ചുകൊണ്ട് ഓടുമ്പോ ഈ മനുഷ്യൻ ആ പട്ടിയുടെ ചെന്നായിയുടെ പുറകെ കല്ലുമെടുത്ത് എറിഞ്ഞിട്ട് ഓടാ. നീ ചെന്നായി എത്ര നോക്കിയിട്ട് ഓമ്പിടുന്നില്ല. ഇവൻ പിന്നെയും പുറകെ ഓടി വരിക. മറ്റേ ആടുകളെ മുഴുവനും വിട്ടിട്ട് ഈ പിടിച്ചുകൊണ്ടുപോകുന്ന ആടിനെ രക്ഷപ്പെടുത്താൻ ആ ചെന്നായിയുടെ പുറകെ കല്ലും പറക്കി എറിഞ്ഞിട്ട് ഓടി വരുമ്പോ സഹി കെട്ടിട്ട് ഈ ചെന്നായ തന്റെ വായിൽ കടിച്ചു വിട്ടിരുന്ന ആടിനെ താഴെ വിട്ടിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയാ, എനിക്ക് എന്റെ റബ്ബ് തന്ന റിസ്കിനെ തട്ടിപ്പറിക്കാൻ നീ നോക്കിയിട്ട് കാര്യമുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ബാലരമയിലെ കഥയല്ല, ഹദീസാ. ഞാൻ പഠിച്ചുതരാം. ഞാനിത് പറയുന്നത് എവനെങ്കിലും എഴുതി വെച്ച ഒരു കഥയല്ലത്. ചെന്നായ ആ മനുഷ്യനോട് ചോദിക്കാം, എന്റെ റബ്ബ് എനിക്ക് തന്ന റിസ്ക്. പൂച്ച മീനെടുത്തോണ്ട് പോണം, അപ്പൊ അറിയാം നമ്മുടെ സ്വഭാവം, എറിഞ്ഞൊടിക്കും. ഒരു ചെന്നായ വന്ന് ആട്ടിയെ പിടിച്ചോണ്ട് പോകുമ്പോ അതിനെ പുറകെ നടന്നെറിയ. അപ്പോഴത് വിട്ടിട്ട് ചോദിക്കുന്നു, എന്റെ റബ്ബ് എനിക്ക് തന്ന റിസ്ക് തട്ടിപ്പറിക്കാൻ നോക്കിയിട്ട് കാര്യമുണ്ടോ? നീ നിന്റെ പണി നോക്കുന്നു. വീട്ടില് മീൻ വെട്ടി വെച്ചിരിക്ക, പൊരിച്ചു വെച്ചിരിക്ക. ജനലിൽ കൂടെ ഒരു പൂച്ച കയറി വന്ന് 2 അയില എടുത്ത് നിന്നെ നോക്കിയാ, സുബ്ഹാനല്ലാഹ്, ഓഹ് എന്തൊരു പ്രാക്കാന്നറിയോ, നിന്നെ വെട്ടിക്കീറി നീ വീടിനകത്ത് കയറിയ കൊന്നുകളയും. പൂച്ചയോട് പറയാ നാശം പിടിച്ച പൂച്ച, ഇതിന് കൊല്ലും. പൂച്ചയെ ഇപ്പൊ വളർത്തുന്ന ആൾക്കാരൊക്കെ കേൾക്കണം, എന്തെല്ലാം പറയും. പടച്ചവൻ അതിനെ പ്രാവും, പറ്റുമെങ്കിൽ തല്ലും. എടാ അള്ളാഹ് അതിനെ എഴുതിയത് അത് തിന്നിട്ട് പോയി. ഇതല്ലേ അള്ളാഹ് അതിന് എഴുതിയത്, അത് കഴിച്ചു. നമ്മളെ കൊണ്ട് പറ്റൂ തട്ടിമറിക്കാൻ? കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയി. ഉമ്മ കുഞ്ഞിനെ തല്ലിയ പൊട്ടിയ ഗ്ലാസ് തിരിച്ചു കിട്ടു. അതിനത്രേ വിധിച്ചിട്ടുള്ളൂ. നമ്മൾ അതാ ചിന്തിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉപജീവനം അള്ളാഹു നോക്കിക്കൊള്ളും. നിനക്ക് കഴിക്കാനുള്ളത് അള്ളാഹു നൽകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചരിത്രം എടുത്തു നോക്ക്. നിങ്ങൾ ഫലസ്തീനിലേക്ക് പോ, ബൈത്തുൽ മുഖദ്ദസ്. ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലമാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിങ്ങൾ ചെന്ന് നോക്ക്. ഏറ്റവും മനോഹരമായത് നിങ്ങൾ അത്ഭുതത്തോടെ നോക്കണം. ഈ അടുത്ത് ബൈത്തുൽ മുഖദ്ദസിൽ നടന്ന ഒരു വെടിവെപ്പുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ കണ്ടു. നിങ്ങൾ ചിന്തിക്ക്, ഇസ്രയേലിന്റെ പട്ടാളക്കാര് കയറിയിട്ട് വെടിവെക്കുന്നുണ്ട്, അക്രമം നടത്തുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അക്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു മനുഷ്യൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആലോചിക്കേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്ത് സുബഹി നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ കടാരയും കൊണ്ടുവന്ന ഒരു അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസി ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റി നിസ്കരിച്ചു കൊണ്ടിരുന്ന 6-7 സഹാബത്തിനെ കുത്തി മറിച്ചിട്ട് എല്ലാവരും രക്തത്തിൽ കുളിച്ചു മരണത്തോട് മല്ലടിച്ചപ്പോഴും സഹാബത്ത് കൈകെട്ടി നിന്ന ചരിത്രം ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ചരിത്രം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉമർ തങ്ങൾ കാലിന്റെ ചുവട്ടിൽ കിടന്ന് മരണവപ്രാണത്തിൽ പടയുമ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല വന്നു നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. ഇതൊക്കെ ചരിത്രം പറയുമ്പോ ഈ അടുത്ത മാസങ്ങളായില്ല
ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്രായേലിന്റെ നരയാട്ട് നടന്നപ്പോ വെടിവെപ്പും അക്രമവും നടന്ന് ജനങ്ങൾ മുഴുവനും ഓടുമ്പോ ഒരു സാധുവായ മനുഷ്യൻ അള്ളാഹുടെ മുന്നിൽ കെട്ടിയിരിക്കണ കൈയടിക്കാതെ, അതൊക്കെയായി ഈമാൻ. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ ഒരു വല്ലാത്ത ഈമാനാ, അത് വല്ലാത്ത ഒരു ഈമാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നത് ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ സൈഡിൽ ഒരു മിഹ്റാബ് കാണാം. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിഹ്റാബിന്റെ അകത്തിരിക്കുമ്പോഴാണ് പടച്ചവനെ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആ മറിയമിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാ, പള്ളിയുടെ മിഹ്റാബിന്റെ അകത്തിരുന്ന് പഴങ്ങൾ കഴിച്ചുകൊണ്ടിരിക്ക. ആ സമയത്താണ് ചോദിക്കുന്നു, മറിയമേ, ഈ പഴം എവിടുന്നാ നിനക്ക് കിട്ടിയേ? ഈ പഴം ഈ നാട്ടിലെങ്ങും കിട്ടൂലല്ലോ, ഈ പഴം ഈ നാട്ടിലെങ്ങും കിട്ടുന്ന പഴമല്ല, ഇതൊന്നും ഇവിടെങ്ങും കിട്ടാത്ത പഴം, നിനക്കെവിടെ നിന്ന് കിട്ടി ഈ പഴം? ആ സമയത്ത് ആ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, അന്നാലക്കി ഹാദാ, എനിക്ക് അല്ലാഹു തന്നതായി പഴം, എനിക്ക് അല്ലാഹു തന്നതായി പഴം. ആരാ പറയുന്നത്? മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് അല്ലാഹു ഇറക്കി കൊടുത്തു ഭക്ഷണം. എന്തിനാ മുസ്ലിമേ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പഠിച്ചു വെക്കണം. നമ്മുടെ മക്കൾ, പിഞ്ചു മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് പണത്തിനോടുള്ള ആർത്തി കുത്തിക്കൊടുക്കുന്നതിന് പകരം ഇത് കുത്തിക്കൊടുക്ക്. മക്കളോട് പഠിപ്പിച്ചു കൊടുക്കും, മക്കളെ, അല്ലാഹു ഉണ്ടടാ, പേടിക്കണ്ട, അല്ലാഹുണ്ട്, ആ റബ്ബിനെ നീ ഭയപ്പെടണ്ട. ആ അല്ലാഹനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തോറ്റാ തോറ്റ്, ജയിച്ചാ ജയിച്ച്. മക്കളെ, കയറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ട്, ഇറക്കം കഴിഞ്ഞ കയറ്റമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സന്തോഷത്തിന്റെ പുറകിൽ ദുഃഖവുമുണ്ട്, ദുഃഖത്തിന്റെ പുറകിൽ സന്തോഷമുണ്ട്. എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സന്തോഷത്തിന്റെ പുറകിൽ ദുഃഖവുമുണ്ട്, ദുഃഖത്തിന്റെ പുറകിൽ സന്തോഷവുമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഹദീസ് കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് അള്ളാഹുവിനെ ഏൽപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ, ആ അള്ളാഹുവിനെ ഏൽപ്പിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ യാതൊരു പേടിയും വേണ്ട. ഏതൊരു പേടി, എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? നമുക്ക് യാതൊരു ഭയവുമില്ല. അള്ളാഹനെ നമ്മൾ അങ്ങോട്ട് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് മതി, അല്ലാഹ് നമ്മളെ സഹായിക്കും. ഏത് പ്രയാസത്തിലും അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് പിഞ്ചുമക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ, അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുകയാണ്, അല്ലാഹുവിന്റെ സ്നേഹം നിനക്ക് ലഭിക്കുകയാണ്. രണ്ട്, വമയ്യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. രണ്ടാമത്തെ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യത്തിലും അല്ലാഹു നിനക്ക് മതിയാവുകയാണ്. നിനക്ക് പേടിയും പ്രയാസവും വേണ്ട, നിനക്ക് യാതൊരു ടെൻഷനും വേണ്ട. അല്ലാഹ് നിന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ നീ ഭയപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണോ ഇസ്രായേൽ സൈന്യമതാ ഫലസ്തീനിന്റെ മക്കളുടെ മുന്നിൽ പതറിപ്പോയത്? അതാ പടച്ചവരെ, അല്ലാഹുവേ, മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ചിരിച്ചുകൊണ്ട് കടന്നു പോയത്. അതാ പിഞ്ചുമക്കള് അല്ലാഹുവേ കുഞ്ഞുമക്കളുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗങ്ങൾ കണ്ടവരാ. പടച്ചവനെ, വാപ്പയുടെ മയ്യത്തിന്റെ പുറകെ ഓടുന്ന മക്കള്, നിലവിളിക്കുന്ന മാതാപിതാക്കള്, സർവ്വതം തകർന്നു പോകുമ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ഓരോ രംഗങ്ങൾ
അനുഭവങ്ങളെ ഞാനും നിങ്ങളും കണ്ടവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വെടിവെപ്പ് നടക്കുമ്പോഴും അല്ലാഹുവിന്റെ മുന്നിൽ കെട്ടിയിരുന്ന കയ്യൊന്നടിക്കാതെ മനസ്സില്ലാതെ നിൽക്കുന്നവരെയും കണ്ടവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അത് വല്ലാത്ത ഒരു ഈമാനാണ്, അത് വല്ലാത്ത ഒരു ഈമാനാണ്. പ്രതിസന്ധികളിൽ തകർന്നു പോകാത്ത ഈമാനാണ്. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ പേടിയില്ലല്ലോ, ടെൻഷനില്ലല്ലോ, പ്രയാസമില്ലല്ലോ, ഈമാനെ തകർക്കാൻ കഴിയില്ലല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഉം മിഅ്റാജും നടന്ന രാത്രി നിങ്ങൾക്കറിയുമല്ലോ. എന്തൊരു പ്രതിഫലമാണെന്നറിയോ? അല്ലാഹ് ഹൃദയത്തിന്റെ അകത്ത് കയറിക്കഴിഞ്ഞാ, അല്ലാഹ് കയറിക്കഴിഞ്ഞാ പിന്നെ മാറുകയാ, എല്ലാം മാറി മറിയുകയാണ്, അത്ഭുതം തോന്നുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്രാഉം മിഅ്റാജിന്റെ രാത്രിയില് അതാ അവിടെ നിന്ന് കാണാം മാസിത്താ ബിന്തു ഫിർഔൻ. എത്ര മനോഹരമായ ചരിത്രമാണ് മാസിത്താ ബീവിയുടെ ചരിത്രം. ഓർമ്മയുണ്ടോ മുസ്ലിമേ? ഇന്നത്തെ തലമുറകളൊക്കെ പഠിക്കേണ്ടതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാമും അല്ലാഹുവിന്റെ പ്രവാചകനും മിഅ്റാജിന്റെ രാത്രിയിൽ പോകുമ്പോഴാണ് ഒരു ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുകയാ. സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, അതാ സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ആ ഖബറ് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, ആരുടെ ഖബറാ? ഏതു പ്രവാചകന്റെ ഖബറാ? ഏതു പ്രവാചകന്റെ ഖബറാ? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാ, യാ റസൂലല്ലാഹ്, അത് പ്രവാചകന്മാരുടെ ഖബറല്ല, ഒരു ഉമ്മയുടെയും മക്കളുടെയും ഖബറാ. ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് ഫിർഔനിന്റെ പൊന്നുമകളുടെ ജോലിക്കാരിയായ മാസിത്താ ബീവിയുടെ ഖബറാ. അതാ മോളെ ഈമാനെന്ന് പറഞ്ഞ, അതാ ചെറുപ്പക്കാരാ, ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹ് കയറി കഴിഞ്ഞാൽ, ആ അല്ലാഹുമായിട്ടൊരു ബന്ധം കയറി കഴിഞ്ഞാൽ, ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ജീവിക്കുന്ന അവിടത്തെ ജോലിക്കാരിയായ മാസിത്താ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹ് ആരാണെന്ന് മനസ്സിലായപ്പോ, ഹൃദയത്തിന്റെ അകത്തേക്ക് റബ്ബ് കയറി വന്നപ്പോ, മൂസാ നബി അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോ, അവസാനം മാസിത്താ ബീവി മുസ്ലിമായെന്ന് അതാ ഫിർഔനും തന്റെ അനുയായികളും അറിയുമ്പോ, തിളച്ചിട്ട് പടച്ചവര് മാസിത്താ ബീവിയെ പിടിച്ചുകൊണ്ടുവന്ന് ക്രൂര പീഡനങ്ങൾ നടത്തുകയാണ്. എന്ത് പീഡനങ്ങൾ നടത്തിയിട്ടും മാസിത്താടെ ഈമാൻ തോറ്റുകൊടുത്തില്ല. അല്ലാഹ് ഹൃദയത്തിന്റെ അകത്ത് നിന്നിറങ്ങിയില്ല, അല്ലാഹ് ഹൃദയത്തിന്റെ അകത്ത് നിന്നിറങ്ങിയില്ല. അവസാനം ചെയ്തതെന്തെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചിട്ട് മാസിത്താ ബീവിയുടെ മക്കളെ ഓരോന്നായി കൊണ്ടുവരികയാണ്. തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ കെട്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, മാസിത്താ മാറി വരുന്നുണ്ടോ? മതം മാറുന്നുണ്ടോ? അല്ലാഹനെ വലിച്ചെറിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ പൊന്നാര മകളെ ഇതിനകത്തിട്ട് കരിക്കും മാസിത്താ. മുസ്ലിമേ, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് യാത്രയാകുകയാണ്. തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് തന്റെ പൊന്നാര മകളെ കിടന്ന് നിലവിളിക്കുകയാ. എന്നിട്ടും ഹൃദയത്തിൽ നിന്ന് അല്ലാഹ് ഇറങ്ങിയില്ല. രണ്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നു. തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിച്ച് കാണിക്കുകയാ. അപ്പോഴും ഹൃദയത്തിന്റെ അകത്ത് നിന്ന് അല്ലാഹ് ഇറങ്ങിയില്ല. കാരണം അല്ലാഹുണ്ടല്ലോ, എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നത്? എന്റെ മക്കള് സ്വർഗത്തിലേക്ക് പറക്കുകയല്ലേ, ഷഹീദിന്റെ കൂലിയല്ലേ, ഷഹീദിന്റെ കൂലിയല്ലേ. അവസാനം കൊണ്ടുവരുന്നത് ആരെയെന്നറിയോ? പാല് കുടിക്കുന്ന കുഞ്ഞിനെയാ.
അല്ല സഹായിച്ചതറിയണോ? അല്ല സഹായിച്ചതറിയണോ? മാസിത്താ ബീവിയെ പടച്ച റബ്ബ് സഹായിച്ചതെങ്ങനെയെന്നറിയുമോ? പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ ശത്രുക്കളെ പിടിച്ചുകൊണ്ടുവന്ന് തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മാസിത്താ പാല് കുടിക്കുന്ന മകനെ നോക്കൂ മാസിത്താ, എണ്ണയ്ക്കകത്തിട്ട് കരിക്കാൻ പോകുകയാ. തീരുമാനത്തിലും മാറ്റമുണ്ടോ? തീരുമാനത്തിലും മാറ്റമുണ്ടോ? ഒരു നിമിഷം കണ്ണങ്ങ് നിറയുകയാ. അല്ലാഹുവേ, ആദ്യത്തെ രണ്ട് മക്കളെ പോലെയല്ലല്ലോ, ഇത് പാല് കുടിക്കുന്ന മോനല്ലേ, പാല് കുടിക്കുന്ന കുഞ്ഞല്ലേ. മാസിത്താ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണ് നിറഞ്ഞപ്പോ എല്ലാരും വിചാരിച്ച് തോറ്റുപോയെന്ന്, എല്ലാരും വിചാരിച്ച് തോറ്റുപോയെന്ന്. എങ്കിൽ ആ സമയത്ത് കരയുന്ന മാസിത്താ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പാല് കുടിക്കുന്ന കുഞ്ഞു വിളിക്കുകയാണ്, യാ ഉമ്മാ. പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുമോ? പിഞ്ചു കുഞ്ഞുങ്ങള് സംസാരിക്കുമോ? എങ്കിൽ ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന മാസിത്താ ബീവിയുടെ പാല് കുടിക്കുന്ന മോനുണ്ടല്ലോ, അവിടെ നിന്ന് വിളിക്കുന്ന ഉമ്മ, കരയല്ലേ ഉമ്മ, തോറ്റുകൊടുക്കല്ലേ ഉമ്മ, കൊന്നാലും അല്ലാഹനെ വലിച്ചെറിയല്ലേ, കൊന്നാലും അല്ലാഹനെ വലിച്ചെറിയരുത്, സ്വർഗത്തിൽ വെച്ച് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ അകത്ത് അല്ല കേറിയാ പിന്നെ എങ്ങനാ? അല്ല കേറിയാ പിന്നെ എങ്ങനാ? മൂന്ന് മക്കളും കണ്ണിന്റെ മുന്നിൽ കിടന്ന് കരിയുകയാണ്, വറുത്തെടുക്കുകയാണ്. അവസാനം ഫിർഔനും അനുയായികളും മാസിത്താ ബീവിയെ കൊല്ലാൻ വരുമ്പോ കൊല്ലരുതെന്നല്ല പറഞ്ഞത്, നിനക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ, ഒരുപാട് ഭക്ഷണം തന്നതല്ലേ, പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, വല്ല ആഗ്രഹവുമുണ്ടോ? എന്നെ വെറുതെ വിടണമെന്നല്ല, ജീവനോടെ തിരിച്ചു വിടണമെന്നല്ല, പറഞ്ഞതെന്തെന്നറിയോ? എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ ഈ കരിഞ്ഞു കിടക്കുന്ന മൂന്ന് മക്കള് എന്റെ കബറിന്റെ അകത്ത് തന്നെ കുഴിച്ചിടണോ എന്ന് പറഞ്ഞ ആഗ്രഹം. യാ റസൂലല്ലാഹ്, നബിയേ, ആ പെണ്ണിന്റെ കബറാണ് നബിയേ, ഇതിനകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നത്. അല്ല കേറിക്കഴിഞ്ഞാൽ എങ്ങനാ? അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്, അല്ലാഹനെ പരമേൽപ്പിച്ചു കഴിഞ്ഞ റബ്ബ് മതി മനുഷ്യ, അല്ലാഹു മതി മനുഷ്യ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷയാ. പിന്നെ ഒരു കളിയും നടക്കൂല. ഇബ്ലീസ് പരാജയപ്പെടുകയാ, ഇബ്ലീസ് പരാജയപ്പെടുകയാ. റിസ്കിന്റെ വിഷയം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റിസ്കിന്റെ വിഷയം അല്ലാഹു നോക്കിക്കൊള്ളും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.